നമ്മൾ എന്തിനാ നിസ്കരിക്കണം? എന്തിനാ നിസ്കരിക്കണം? ഞാൻ ഈ ഒറ്റയിട്ട രാത്രികളിൽ പോലും ചിലപ്പോൾ എനിക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. നിസ്കരിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ ചിന്തയിലായാൽ മതി. ഞാൻ നിസ്കരിക്കും. ചില രാത്രികൾ ഉണ്ടാവില്ല, ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. ഇന്നലെ ഇപ്പം ബദരീങ്ങളെ പറ്റി പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നെരുക്കുട്ടൻ എന്നെ നിർബന്ധിച്ച് ഞാൻ പോയി. അപ്പം അങ്ങനെ ആവാളെ മണ്ണാർക്കാട് പോയി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ഉസ്താദേ, ഞാനവിടെ ദാറുൽ വരുന്നതാണ്, മണ്ണാർക്കാട് നിന്നാണ് ദാറുൽ ഖുർആനിൽ വെള്ളിയാഴ്ച ക്ലാസ്സിന് വരുന്നത്. നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഇവിടെ നിന്ന് പരിക്ക് എഴുതി വെക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് പിന്നെ നേരം വൈകി. ഇശാ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ തന്നെ പിന്നെ അവിടെ കയറി ആ വീട്ടിൽ കയറി ദുആ ചെയ്തു. അവരെ സന്തോഷമാണ്. അവർ ദാറുൽ ഖുർആൻ വരുന്ന ആളുകളാണ്. ദീനിൻ്റെ പാവപ്പെട്ട കുടുംബമാണ്. അപ്പം അവരും സന്തോഷിപ്പിച്ചു. പിന്നെ വീട്ടിലെത്തുമ്പോൾ അത് പറ്റേ നേരം വൈകി. അപ്പം ഞാൻ കാറിലിരുന്നുകൊണ്ട് എൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് പോന്നു. പറയാനും ചെല്ലാനൊക്കെ എൻ്റെ റബ്ബിന് വേണ്ടി ചെയ്തു, പറഞ്ഞു. ഉദ്ദേശിച്ച രൂപത്തിലുള്ള നിസ്കാരമോ മറ്റോ കാര്യം അപ്പം കഴിഞ്ഞോളുന്നില്ല. വീട്ടിലെത്തിയപ്പോഴത്തേന് നേരം വൈകി. പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തേന് 3-3:30 മണിയായി. പിന്നെ ആ സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. നിങ്ങളിൽ പലരും നേരം വിളിക്കുന്നത് വരെ ഉറങ്ങാതെ ഹയാത്താക്കിയവരും ഉണ്ടാവാം. നിങ്ങളും ഞാൻ ഒരു പോയിന്റിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ചെയ്തു, നിങ്ങളും ആത്മാർത്ഥമായി ചെയ്തതാണെങ്കിൽ, നിങ്ങളെ റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി ഒരു രാത്രി ഹയാത്താക്കി. എനിക്ക് ഹയാത്താക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യഖ്ലത്തിലൊക്കെ മനസ്സിൽ ആരാ ഉള്ളത്? റബ്ബാണ്. നമുക്കൊന്നാവും അവിടെ. പിന്നെ ഇഖ്ലാസിന്റെ അളവ് ആർക്കാ കൂടിയത്? അവനെ മേലെയാവുള്ളൂ. ഇല്ലാ ബിത്തഖ്വ പറയും. അങ്ങനെ തന്നെയല്ലേ? അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മൾ സ്വർഗത്തിനെ തേടുന്നു. സ്വർഗത്തിനെ തേടുന്ന അള്ളാഹുവും റസൂലും സ്വർഗത്തിനെ തേടാൻ കൽപ്പിച്ചു. നരകത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. അത് പറയാൻ അള്ളാഹു റസൂലും കൽപ്പിച്ചു. പക്ഷെ നമ്മളെ ലക്ഷ്യം അള്ളാഹു റസൂലാണ്. ആരല്ല? സ്വർഗമല്ല, നരകമല്ല. സ്വർഗത്തിന് നമ്മൾ പോണേ നമ്മളെ റബ്ബിനെ കാണാനാണ്. സ്വർഗത്തിൽ അവിടേക്ക് നമ്മൾ ഇങ്ങനെ വിചാരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തേക്ക് നമ്മൾ എത്താൻ നേരത്തെ അള്ളാഹു തആല പറഞ്ഞു, സ്വർഗത്തിനേക്കാൾ ഭംഗിയാക്കാൻ നരകത്തിനെ എനിക്ക് കഴിയും. നിങ്ങൾ ലേശം നേരം 10 മിനിറ്റ് ഉടക്കി നടക്കും. നമ്മളെ സുഖത്തിനെ പുറത്താണ് നിർത്തിയിട്ട് അള്ളാഹു തആല നരകണ്ട് ഭംഗിയാക്കി, ചൂടൊക്കെ ഒഴിവാക്കി. എല്ലാ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്, പുതിയതാക്കലുണ്ടല്ലോ. പിന്നെ അതിന്റെ പരിമളം ഇതൊക്കെ അടിച്ചിട്ട് വീശി നോക്കുമ്പോൾ നരകത്തിന്റെ ചൊറുക്ക് വേറെ ഒന്നിനുമില്ല. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഇത് എക്സ് സ്വർഗം, ഇത് പുതിയ സ്വർഗം. അപ്പൊ നമ്മളിവിടെ കയറുക. മനസ്സിലായില്ല? ഇന്ന് ബോർഡൊന്നും മാറ്റണ്ട, നരകത്തിന്റെ ബോർഡ് അവിടെ കടന്നോടെ നിങ്ങളോട് കയറിക്കൊള്ളിയോ. ഇന്നെ കാണുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നോളില്ല. നമ്മളവിടെയല്ലേ കയറുക. ഇന്നെ കാണുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. നമുക്ക് ലക്ഷ്യം എന്താ? ഫമൻ കാന യർജു ലിഖാ റബ്ബി. അല്ലാഹുവിന്റെ കാല എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ദുനിയാവുന്ന അള്ളാഹുവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. പരലോകത്തെത്തിയാൽ നേരിട്ട് കാണണം. ഇതാണ് സൃഷ്ടിയുടെ പർപ്പസ്, ലൈഫിന്റെ പർപ്പസ്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ ഈ പുസ്തകം ഉദാഹരിച്ചിട്ടുണ്ട്. മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഒരു വാക്കുണ്ട്. എന്താ അവർ പറഞ്ഞത്? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അവർ വലിയ സൂഫിയത്ത്, ഇസ്ലാമിൻ്റെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. അവർ മുസ്തഫ നബി സല്ലല്ലാഹു അവർ ജനിക്കുന്നത് ഹിജ്റ 100-ലാണ്. ഹിജ്റ 100-ൽ ജനിച്ചു. ഹിജ്റ 100-ൽ ജനിച്ചു. ഹിജ്റ 180-ൽ വഫാത്തായി. AD 717-ൽ ജനിച്ചിട്ട് 801-ൽ വഫാത്തായി. അങ്ങനെ ഈ അഭിപ്രായമുണ്ട്. 796-ലാണെന്നും അഭിപ്രായമുണ്ട്. അതല്ല ഹിജ്റ 180 കുറച്ചും കൂടി ഉണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്. 2 അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അവർ തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. താബിഈങ്ങളിലല്ല, തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ആര്? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അവരെ വാക്കാണ് എന്തെന്നറിയും. ആ വാക്ക് ഈ പുസ്തകത്തിൽ ഇർദൂദുൽ നിറവി എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇജ്അലിൽ ജന്നത ലി അഹിബ്ബായിക. നിന്റെ ഇഷ്ടക്കാർക്കൊക്കെ സ്വർഗം കൊടുത്തോ. വന്നാറ ലി അഅദായിക. നിന്റെ ശത്രുക്കൾക്ക് നരകം കൊടുത്തോ. ഫഅമ്മ അന, അപ്പൊ ഞാനോ ഫഹസ്ബി അൻത, മതി. എനിക്ക് സ്വർഗം വേണ്ട, തേടിക്കോളാം. എനിക്കിത് മതി. സ്വർഗത്തിന് ഞാൻ തേടൽ കൽപ്പനയാണല്ലോ, ഞാൻ തേടിക്കോളാം. നരകത്തിന് കാവൽ തേടുന്ന കൽപ്പനയാണല്ലോ, നീ ചെയ്തോളാം. പക്ഷെ എനിക്ക് ആരാണ് വേണ്ടത്? നീയാണ്. മനസ്സിലായോ? ഒരു വാക്കാണ് അല്ലാഹുമ്മ ഇജ്അലിൽ ജന്നത ലി അഹിബ്ബായിക വന്നാറ ലി അഅദായിക. സ്വർഗം നിന്റെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തളാം, നരകം നിന്റെ ശത്രുക്കും കൊടുത്തളാം. ഫഅമ്മ അന, അപ്പൊ ഞാനോ ഫഹസ്ബി അൻത, എനിക്കാരും മതി. പറയാൻ എനിക്കാരും മതി.
നീ മതി, മതി. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ഇപ്പം നിങ്ങൾ ഗൾഫ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വാപ്പ അമ്മ കത്തയക്കും. എന്ത്? എത്ര തേച്ചിട്ട് തേയലില്ല കുഞ്ഞുമാനെ, പൈസ കുറച്ചും കൂടി ആക്കി. കാരണം ഓർക്ക് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, പക്ഷേ നിന്റെ നിജ ദുബായിലേക്കലാണ് ഓർക്ക് ലാഭം. അപ്പോൾ ഓര് പറഞ്ഞുകൊണ്ടേക്കും. അതേ സമയത്ത് അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ ആ കവറിൻ്റെ ഉള്ളിൽ ഒരു കത്ത് എഴുതിയിട്ട് ഒട്ടിച്ചിട്ട് ആ ഉമ്മാക്കും ബാപ്പാക്കും കാണിച്ചു കൊടുക്കാതെ എഴുതും. ഇതിലെന്താണ് എഴുതിയിട്ടുണ്ടാകുക അറിയാം? ഇവര് പലതും പറയും. അത് നിങ്ങൾ നോക്കിക്കണ്ട, നിങ്ങളുടെ സൗകര്യം ഇങ്ങോട്ട് പോകുന്നേ, ഞാൻ അമ്മക്ക് ഇവിടെ പട്ടി കിടക്കാം, എന്നാലും നിങ്ങൾ വരുവാണ്ട്. ആണോ? അല്ലേ? പറയും മനുഷ്യന്മാര് അങ്ങനെയല്ലേ? പറയും മനുഷ്യന്മാര്. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ കാക്ക നിങ്ങളോട് വരാന്നല്ല. അതിനാണ് സ്നേഹം എന്നറിയാം. എനിക്കൊന്നും വേണ്ട, കുറച്ച് പെട്ടിയിൽ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടോ അവിടെയും പണിയും കൊടുക്കാണ്ട്, മറ്റോടത്ത് കൊടുക്കാണ്ട്, മറിച്ചോടത്ത് കൊടുക്കാണ്ട് എല്ലാം പറയും. അപ്പോൾ നിങ്ങൾ കത്ത് ചെയ്തും എന്ത്? അങ്ങനെയാണെങ്കിൽ 2 മാസം കൂടി ഞാൻ നിൽക്കും. അപ്പോൾ പെണ്ണുങ്ങൾ പറയും ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും എൻ്റെ ശങ്കരസോ മാസം പറയാൻ എൻ്റെ എല്ലാരോ എന്തെങ്കിലും വിറ്റിട്ട് വാങ്ങിക്കൊടുക്കാം. നിങ്ങളോട് പോയി ഇനി 2 മാസം നിൽക്കണ്ട. ഈ പെട്ടി വലിയതാക്കാൻ വേണ്ടി 2 മാസം നിന്നാൽ അപ്പോൾ ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞ് കത്ത് ചെയ്തു, അപ്പോൾ പിന്നെ 4 മാസമാവും. നിങ്ങളൊന്നും കണക്കാക്കണ്ട. അതിനൊക്കെ എൻ്റെ പണ്ടത്തിൽ ഏതെങ്കിലും ചെറുത് വിറ്റാണ്ട് നമുക്ക് കോഴിക്കോട്ട് നിന്ന് വാങ്ങാം, നിങ്ങൾ കൊടുക്കാം, 4 മണി നിങ്ങൾ വരും. അങ്ങനെ തന്നെ. ഇതല്ലേ സത്യം. എനിക്ക് സ്വർഗമല്ല ലക്ഷ്യം, നരകമല്ല. പിന്നെ എന്താണ്? അല്ലാഹുമ്മ ഇൻ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് ഖൗഫൻ മിൻ നാരിക, നിന്റെ നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ഫഹരിഖ്നി ബിനാരിക, ഫഹരിഖ്നി ബിനാരി, നാരി ജഹന്നമ, നാ തീയിട്ട് കരിച്ചളാം. മനസ്സിലായില്ല? അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് ഖൗഫൻ മിൻ നാരിക, നിന്റെ തീനെ പേടിച്ചിട്ടാണെങ്കിൽ ഫഹരിഖ്നി, നീ എന്നെ കരിച്ചോ ബിനാരി ജഹന്നമ. ഇതാരുടെ വാക്കാണ്? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. താബിഈൻ പെട്ട ആളാണ്. താബിയാണോന്നും പഠിക്കണം. ജസ്റ്റ് പറഞ്ഞ താബിഈൻ പെട്ട ആളാണ്. ഉദാഹരണം അബൂ ഹനീഫ തങ്ങൾ താബിഈൻ പെട്ട ആളാണ്. ചില റിവായത്തിൽ താബിഈൻ പെട്ട ആളുമാണ്. സ്വഹാബികൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ താബിയായാലും പൊതുവെ താബിഈൻ പെട്ട ആളായിട്ടാണ് ആരെ കണക്കാക്കാറുള്ളത്? റാബിയത്തുൽ അദവിയ്യയെ. ചിലപ്പോൾ താബിഈൻ പെട്ട ആളും ആകാം. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്. നീ ഞാൻ നിന്നെ ആരാധിക്കുന്നത് ജന്നതിക, നിന്റെ സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഫസ്രിഫ്നി മിൻഹ, ആ സ്വർഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്തിന് കരിച്ചാളാ. നീ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ ആ സ്വർഗത്തിന് എന്റെ പേരം വെട്ടിക്കളാ. അമ്മ ഇദാ കുൻതു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് മിൻ അജ്ലി മഹബ്ബതിക, നിന്നെ ആഗ്രഹിച്ചിട്ടാണ് എങ്കിൽ ഫലാ തഹരിംനി നിന്റെ വജ്ഹുൽ കരീമിന് എനിക്ക് തടയരുത് കേട്ടോ, എനിക്ക് ആവശ്യമാണ്. കുട്ടിയൊക്കെ വേണ്ടത് പെട്ടിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അവർക്ക് സ്കൂളിൽ കൊണ്ടുപോയി വലിയ ബാച്ച് കെട്ടി വലിയ ആളായി വലിയ പത്രത്തിന് നടക്കണം. പെണ്ണുങ്ങൾക്ക് വേണ്ടത് പെട്ടിയല്ല. ഞാൻ നിന്നെ ആരാധിക്കണത് തീനെ പഠിച്ചിട്ടാണെങ്കിൽ ആ തീരിട്ട് ചുട്ടളാ. അതല്ല സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ സ്വർഗത്തിന് നിന്റെ പേരാണ് ഒട്ടിക്കള. അതേ സമയത്ത് ഞാൻ അമ്മ ഇദാ കുൻതു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് മിൻ അജ്ലി മഹബ്ബതിക, നിന്നോടുള്ള ഇഷ്ടം മാത്രം, സ്വർഗമല്ല നരകമല്ല എങ്കിൽ ഫലാ തഹരിംനി മിൻ റുയതി വജ്ഹിക്കൽ കരീം, ആ കരീമായ നിന്റെ ആദാത്ത് കാണുന്നതിനെ തൊട്ട് എന്നെ തടയരുത് കേട്ടോ, എനിക്കത് മതി. അത് സ്നേഹ ആരോട്? റാബിയയുടെ തരീഖത്തുൽ ഇഷ്ഖാണ്. റാബിയയോട് കൂടിയാണ് തരീഖത്തുൽ ഇഷ്ഖ് ആരംഭിക്കുന്നത്. പ്രേമം ഏകദേശ തരീഖത്തുകളെല്ലാം തരീഖത്തുൽ ഖൗഫാണ്. എന്നാൽ റാബിയയോട് തരീഖത്തുൽ ഇഷ്ഖാണ്. അള്ളാഹിനെ പേടിക്കല്ലുകൊണ്ട് സ്നേഹിക്കുക. അതിനാണ് നമ്മളെ അള്ളാഹ് പ്രഭാഷണം തുടങ്ങുന്നത്. സത്യം. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും നരകം പറയാൻ. ഞാൻ ഫലസ്തീനിൽ പോയി ബഹുമാനപ്പെട്ട മഹദി എൻ്റെ മനസ്സ് നിറയെ അവരോടുള്ള ഫലസ്തീനിലാണ് അവരെ. സൈത്തുൻ കുന്നിലാണ് അവരുടെ ഖബർ. അതായത് സൈത്തുൻ കുന്ന് പറഞ്ഞാൽ നേരെ 4 പർവ്വതങ്ങളുണ്ട്. അതിൽ ജബൽ മോറിയന്റെ മുകളിലാണ് എന്തുള്ളത്? ബൈത്തുൽ മുഖദ്ദസ്. നേരെ ഇപ്പുറത്തുണ്ട്. അന്ന് എൻ്റെ കൂടെ ഇല്ല.
പിന്നെ ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരാം. എല്ലാവരും ഫലസ്തീനിൻ്റെ കൂടെ വരണം, അതിൻ്റെ കൂടെ തന്നെ വരണം എന്ന് ഞങ്ങളോട് പറയണം. എനിക്ക് ലാഭം എടുക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ വിചാരിക്കുന്ന ഉസ്താദ് ലാഭം കിട്ടാനാണ്. അല്ല, എൻ്റെ കൂടെ തന്നെ വരണം. എൻ്റെ കൂടെ വന്നാൽ ഞാൻ ചില അത്ഭുതങ്ങൾ കാണിച്ചു തരും. എനിക്കേ കഴിയൂ, റബ്ബിൻ്റെ വലുപ്പത്തിലല്ല, റബ്ബിൻ്റെ സഹായത്തിൽ വേറെ കഴിയൂലെന്നല്ല. എനിക്ക് അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ അള്ളാഹ് പ്രഭാഷണം 285 ക്ലാസ് എടുത്തില്ല. കാരണം റാബിയാണ് റളിയല്ലാഹു അൻഹ. അവരെ ഖബർ സിയാറത്ത് ചെയ്യും. അപ്പോൾ അവരെ പറ്റി പഠിച്ചു. ബൈത്തുൽ മുഖദ്ദസിലിരിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതൽ അവരെ പറ്റി പഠിക്കാറുള്ളതും. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെ. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഈ റാബിയ റളിയല്ലാഹു അൻഹ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ മഹദിയുടെ ത്വരീഖത്തുൽ ഇഷ്ക, അതായത് ഈ മലൻ്റെ മുകളിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ കുബ്ബ നോക്കി കരഞ്ഞ് കരഞ്ഞ് മരിച്ചതാണ്. ഇഷ്ടം ആരോടുള്ള? അള്ളാഹിനോടുള്ള ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം, പ്രേമാണ്, അള്ളാഹിനോട് പ്രേമാണ്. ആർക്ക്? റാബിയക്ക് റളിയല്ലാഹു അൻഹ. എല്ലാം ത്വരീഖത്തുൽ ഖൗഫാണെങ്കിൽ റാബിയയോടത് ത്വരീഖത്തുൽ ഇഷ്കാണ്. അത് മുതലാണ് ഒരു നിലക്ക്, അത് മുതലാണ് എൻ്റെ മനസ്സിൽ ചേഞ്ച് വന്നത്. ഖബറിനെ പേടിയ ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഖബറിനെ പറ്റി വളരെ പറഞ്ഞിട്ടില്ല. ഖബർ അതൊന്നും എനിക്ക് പേടിക്കേണ്ടിയില്ല എന്ന് എൻ്റെ വിശ്വാസം. അതെന്തുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നൊന്നും ഇല്ലെന്ന് എനിക്ക് അതല്ല. അതേ സമയത്ത് ഈ ഇവിടെയും കഷ്ടപ്പെട്ട് പിന്നെ അവിടെയും കഷ്ടപ്പെടുന്നതിനാണ്. ഈ കഷ്ടപ്പെടുമ്പോൾ ആത്മാർത്ഥത പുറത്തിയാൽ മതി. മനസ്സിലായില്ല? അപ്പം മഹ്ശറിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയിക്കോട്ടെ, മഹ്ശറിൽ ബുദ്ധിമുട്ടായിക്കോട്ടെ. ഒറിജിനൽ ഇക്കാമല്ലാത്തവന് ത്രിബിൾ ഞാനെ കണ്ട പേടിയാണ്. മനസ്സിലായില്ല? ജിദ്ദയിൽ ഇറങ്ങി നിന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമല്ല, ഒരു പോലീസ് കൊണ്ടാണ് എൻ്റെ പേടിയാവും. എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമയാണ്. ഷെയ്ഖ് അവിടുത്തെ ഫഹദ് രാജാവിൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കഫീൽ. ഒറിജിനൽ ഇക്കാമ നേരെ കൊണ്ടുപോയിട്ട് അടിച്ച് നിന്നാണ്. ഈ ബിരുദം ചെല്ലണ്ടപ്പോൾ തന്നെ ആ ഓഫീസർ വരെ എണീറ്റുന്നു. കാരണം ഇത് രാജാവിൻ്റെ ജോലിക്കാരൻ. അങ്ങനെയുള്ള ഇക്കാമുള്ള ആൾക്ക് പോലീസ് വണ്ടി ഉണ്ട്, എന്ത് പേടിയാണ്? ഇപ്പം എന്താ പറയാ, നാർക്കോട്ടിക് സാധനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന പോലീസുകാരുണ്ട്. അല്ലാഹു തആല അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ പോലീസുകാരെ കാണുമ്പോഴത്തിന് കഞ്ചാവിന്റെ വിൽപ്പനക്കാരന് ബേജാറാവും. ആ അങ്ങാടി വിഷയമുണ്ട്, എനിക്ക് ബേജാറുണ്ട്. പക്ഷെ കഞ്ചാവ് കണ്ടിട്ടില്ല, വലിച്ചിട്ടില്ല കാലം വരെ. പിന്നെ ഇതിന് പഠിക്കണം. എവിടെ എടുക്കേണ്ട പണി ഇവിടെ എടുത്താൽ അവിടെ പേടിക്കണ്ട. അതിനർത്ഥം നമ്മൾ പണിയെടുത്തു എന്നല്ല. അള്ളാഹു അതിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അത്ര ദുആയാണ് വേണ്ടത്. പഠിച്ചോനെ, എനിക്ക് നിന്റെ വജീഹിന് വേണ്ടി പണിയെടുക്കാൻ കഴിയണേ, അത്ര മതി. പിന്നെ കയ്യലും കയ്യാതിരിക്കലൊക്കെ അതെൻ്റെ ആഗ്രഹമാണ്. അത് നടത്തിത്തര ആരാണ്? അള്ളാഹുവാണ്. ആത്മാർത്ഥമാണ് തേടിയതെങ്കിൽ മരിക്കുന്ന വിജയ് അള്ളാൻ്റെ ആളായി മരിക്കും. പിന്നെന്താ പോലീസ് മലക്കുകളുണ്ടായി നമ്മളെ കണ്ട് മാറിക്കുന്നല്ലാണ്ട് എന്തൊരു പിടിക്കുന്നു? മലക്കുകൾ തല്ലുന്നു. നമ്മൾ ജീവിതത്തിൽ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റിയല്ലോ, മനുഷ്യന്മാർ തെറ്റിയില്ലേ? അന്ന് നമുക്ക് എന്തല്ലായിരുന്നു? മനസ്സിലായില്ല? എന്തിനാ ഈ റബ്ബിൻ്റെ ആളാണെങ്കിൽ എല്ലാം ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളുടിച്ചില്ലേ? ഒരിക്കൽ നേരെ കണ്ടു. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദരീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനൊപ്പം നിന്ന് കള്ളുടിച്ചു എന്നല്ല, മദീനയിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം പോയിട്ട് എന്ത് ചെയ്ത്? കള്ളുടിച്ചു. കള്ളു കുടിച്ച ഒരാൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. എന്തെങ്കിലും കള്ളു കുടിച്ചാൽ റളിയല്ലാഹു അൻഹു മടി. കള്ളു കുടിച്ച ഒരാൾ ആരാണ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണോ? അടിച്ച് പൂസായിട്ട് കള്ളു കുടിച്ച് ഫുള്ളായി. അലിയാർക്ക് ഹബീബ റസൂലുള്ളാഹി കൊടുത്ത ഒട്ടകത്തെ കുത്തിക്കൊന്നു. അപ്പോഴാണ് എന്ത് ചെയ്ത് അലിയാർ വരുന്നത്, റളിയല്ലാഹു അൻഹു സയ്യിദുനാ അലി. ഇതിൻ്റെ പുറത്ത് തൊഴിലെടുപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉപജീവനം നടത്താൻ. ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കണം, ഒട്ടകം ചത്തിയെടുക്കാം. അപ്പോൾ ആരോ വന്ന് പിന്നെ റസൂലുള്ളാഹി ഇത് അറിഞ്ഞ റസൂലുള്ളാഹിക്ക് വിഷമായി. അപ്പോൾ ആരോ ചോദിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി എന്നെ വിളിക്കുന്നുണ്ട്, ഹംസനോട്. നിങ്ങളെ കാര്യം നിങ്ങളൊക്കെ എൻ്റെ ബാപ്പാൻ്റെ വീട്ടുവാതിൽക്കൽ അടിമകളായിരുന്നു പോരല്ലേ? എന്നോട് വർത്താനം പറയും. നിങ്ങളെ കാര്യം, ഞാൻ അബ്ദുൽ മുത്തലിബിന് മകനാണ്. ആര് പറഞ്ഞു? പിന്നെ കള്ളൊക്കെ ഇറങ്ങിയപ്പോൾ അന്തം കിട്ടിയപ്പോഴാണ് റസൂലുള്ളാഹി വിളിച്ചിട്ട് എങ്ങനെ ഞങ്ങൾ പറഞ്ഞു പാടിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലിക്ക് പോയി വീണു. ഫിദാക അബീ വ ഉമ്മി,
അപ്പോഴത്തേന് ജിബ്രീൽ വന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വല്ലത്. പിന്നെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. അതുവരെ അല്ലാഹു ഹറാമാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് മാറ്റി വെക്കേണ്ട ശൈലിയും കാര്യവും അക്കാര്യത്തില്ല. കാരണം കള്ളു കുടിച്ച് രാവും പകലും പെണ്ണുടിച്ചിരുന്ന ഒരു ജനതയിൽ നിന്നാണ് അവരൊക്കെ വളരുന്നത്. തെറ്റാന്നാണ് മനസ്സിലായ ഉടനെ നിർത്തി. മനസ്സിലാണ്ട് പറഞ്ഞത് അറിയ മനുഷ്യന്മാരെ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അവർ കള്ളുടിച്ച് പൂസായി നിന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങളൊക്കെ കള്ളുടി ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ബദർക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെയാണോ? ആണോ? അല്ലെങ്ങായി ബദർ യുദ്ധം കഴിഞ്ഞിട്ടും കള്ളുടിച്ചു. എന്തുകൊണ്ട് കള്ളുടിച്ചു? പറേ, എന്തുകൊണ്ട് കള്ളുടിച്ചു? പറേ. അന്ന് കള്ള് ഹറാമല്ല. ശരി, ഇനി നീയും ഞാനും കള്ള് ഹറാമാണ് എന്നെ. പിന്നെ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ജനിക്കണത്. ഒരു കാലത്ത് നമുക്ക് അള്ളാഹിനെ പറ്റി ബോധമില്ല, കള്ളുടിച്ചു. പിന്നെ നിന്റെ ലൈഫിന്റെ പർപ്പസ് നീ മനസ്സിലാക്കി അള്ളാഹിനെ തേടലാണ്, അവന്റെ ഇഷ്ടം അന്വേഷിക്കലാണ് നിന്റെ ലക്ഷ്യം. അത് കണ്ടപ്പോഴത്തിന് ഈ വീണുപോയി. റബ്ബേ എന്നില്ല. പിന്നെ കരഞ്ഞു, പിന്നെ പൊട്ടിക്കരഞ്ഞു. വൈകുന്നേരമായാല് പെരപരാന്തരം കക്കാൻ വേണ്ടി അടക്കലൊരു ബീച്ചങ്ങത്തി കൊണ്ട് അതെന്താ എന്റെ പണി? അന്നെനിക്ക് അന്തല്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞു, റബ്ബിനെ തിരിഞ്ഞപ്പോ വീണു. റബ്ബേ എന്റെ ജീവിതം നശിച്ചുവല്ലോ, റബ്ബേ ഞാൻ പലരും മോട്ടിച്ചല്ലോ, റബ്ബേ ഞാൻ കള്ളുടിച്ചല്ലോ, റബ്ബേ റബ്ബേ. പിന്നെ എന്റെ പണി കരയിലാണ്. ആരെ ഓർത്ത്? താൻ ചെയ്ത റബ്ബിന് ഇഷ്ടമില്ലാത്ത താൻ ചെയ്തല്ലോ എന്നോർത്ത് കരഞ്ഞാൽ പിന്നെ റബ്ബെ ശിക്ഷിക്ക. റബ്ബാരാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം നമുക്ക് റബ്ബിനെ തിരിയണം. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇത് അവിടുന്ന് മേറാമെന്ന് ചെല്ലിത്തരും, നമ്മളും ചെല്ലും. അവരും മൂരിക്കുട്ടിയുടെ കാര്യം ആലോചിക്കും, നമ്മൾ ആടിനെ കുട്ടീൻ്റെ കാര്യം ആലോചിക്കും. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ഇത് 3 വട്ടം ചെല്ലി. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനി ജന്നത അതും 3 വട്ടം ചെല്ലി. പിന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ അതും ചെല്ലി. പിന്നെ ആള് ചൊല്ലി കൊടുത്ത ആളുടെ ആളാണ് ഞാൻ. ആ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും പോകണുണ്ടപ്പോഴാണ് ഞാൻ ആ ചൊല്ലി കഴിഞ്ഞോ എന്ന് ആലോചിക്കുന്നത്. എൻ്റെ മനസ്സവിടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വേറൊരുത്തനും ദോഷിയാണ്. ഓന് ഈ അസ്സലുക്കൽ ജന്നത്തെ കേൾക്കാനും അത് പൊട്ടിക്കരഞ്ഞ് ചെല്ലാൻ വേണ്ടി ആ പള്ളിക്ക് തന്നെ റമളാൻ മാസത്തിൽ വരുന്നത്. ഓൻ ഫുൾ ടൈം കള്ളുടിയനായിരുന്നു. ഓൻ മോലിയേര് അവൻ്റെ വീക്ഷണപ്രകാരം കുറ്റം ചെയ്യാത്ത നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ ചെല്ലിത്തരിക, ഞാൻ ചെല്ലുക. അങ്ങനെ തന്നെയല്ലേ നമ്മൾ അല്ലേ അറിയാം? അപ്പം നമ്മൾ ചെല്ലു. അപ്പം നമ്മളെ മനസ്സ് ഉരുകയാണ്. പഠിച്ചോനെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ്, എന്തേ ഞാൻ കുടിച്ച കള്ളിന് കൈ കണക്കൂല, ഞാൻ ചെയ്ത തോന്നിയാസത്തിന് കൈ കണക്കും. പക്ഷെ എനിക്ക് വൃത്തിരണം. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ദോഷങ്ങളെ കരിച്ചിരുന്ന മാസം റബ്ബേജി കരിച്ചിരണം. ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നീ ചെയ്താൽ 60 കൊല്ലമല്ല 600 കൊല്ലം കള്ളുടിച്ചാൽ മകണ്ട. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിന്ന ആളെയാണ് ആദ്യം കയറ്റുക. അയിലത്തോടരുത്, പുറത്തറിയണ്ട രഹസ്യ. അയിലത്തോടരുത് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ തൊട്ടുണ്ടോ? അല്ല, നമ്മളൊക്കെ സ്വർഗത്തിൽ പിന്നെ കയറ്റാം. നമ്മൾ സ്വർഗത്തിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്തൊരു സാധനം എടുത്തിട്ടുണ്ടോ? പഠിച്ചോനെ പറയേ, അല്ലാഹു പറയേ, സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്ത ആരെയും കൂടുതലുള്ളത്? ഒരാളില്ലെങ്ങായി. തൊട്ടു പോകരുതട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ സ്വർഗത്തിന് വരികയാണെങ്കിൽ നേരത്തും അല്ലാഹു തആലക്ക് എന്ത് പറയാ? കയറിക്കോ. ആദ്യം നബി ഒരു നേരത്തെ പടിവെക്കാൻ നടക്കൂല, ഇയാളെ പറ്റൂല. ഇയാള് പണ്ട് ഇവിടെ ഞാൻ കേട്ടി നല്ല നിലക്ക് വേണമെങ്കിലും പുറത്തോളി, ഈ സാധനം മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതാണ് രാജ്യം എടുത്തത്. ആ കള്ളിയെ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞോടി അല്ലാഹു തആലക്ക്. എടാ, ഒന്നാമത് കയറ്റുന്ന ലിസ്റ്റിൽ ആരാണുള്ളത്? സയ്യിദ്നാ ആദം. ആ റബ്ബല്ലേ ഇത് സ്വർഗത്തിന് കൊടുത്തില്ലല്ലോ, എന്നാ സ്വർഗത്തിൽ തടയാൻ? നിങ്ങളാരെയും സ്വർഗത്തിന് കട്ടുപാഞ്ഞോ? പറയുന്നായി ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെന്ത് ചെയ്തു? 1000 കൊല്ലം റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതെന്നെ എനിക്കും കൊണ്ട് എൻ്റെ വാപ്പ പറഞ്ഞു, ജിം പറഞ്ഞു. അത് നബി അവിടുന്ന് ചെയ്തെങ്കിൽ ഇവിടുന്ന് ചെയ്ത്. അല്ലാഹു പാടില്ലാത്ത ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ അന്തം വന്നു.
അന്തം വന്നിട്ട് പിന്നെ 10 മിനിറ്റ് ആയുസ് കിട്ടിയുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് കരിഞ്ഞിട്ടുണ്ട്. എന്ത് ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ റബ്ബേ. അപ്പോഴത്തന്നെ നിനക്ക് റബ്ബിനെ തിരിഞ്ഞു. റബ്ബിനെ തിരിഞ്ഞാലേ അത് മനസ്സിലാവൂ, അല്ലാതെ പാഠം പഠിച്ചിട്ട് കാര്യമില്ല. 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നതിന്റെ പിറ്റേ ദിവസം മൈമൂന വിളിച്ചോടും, കോളേജിൽ 1ാം നമ്പർ. ഈ ദാറുൽ ഖുർആനിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ഓത്ത് പഠിക്കണ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ല ഖിറാഅത്താണ്, പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തിന് കുട്ടിയത് പഠിക്കും, ഭയങ്കര ഉഷാറായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് ഉസ്താദ് ഞങ്ങളോട് പറയും, ഓളെ കണ്ട് പഠിച്ചോളി, ഓളാണ് പെൺകുട്ടി. അങ്ങനെ ആ കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മദ്രസക്ക് വിട്ടു. പിന്നെ ഞാൻ കോളേജിൽ ചെല്ലുന്ന കാലത്ത് അവിടുത്തെ നിരീശ്വരവാദി പാർട്ടിന്റെ വലിയ നേതാവാണ് ഇവള്. ഇംഗ്ലീഷ് സിന്ദാബാദ്, ഇതാ നമുക്ക് പണി, തരി തട്ടൊന്നുമില്ല. തിരിഞ്ഞില്ല. ഈ ആൾ ഇവിടെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ചേരാണ്. അവൻ ആ പെൺകുട്ടിന്റെ പേരിനോട് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ഈ കുട്ടി എന്തായിരുന്നു? 1, 2, 3, 4, 5, 10 ഒക്കെ എന്താണ്? ഫുൾ മാർക്കാണ്. പിന്നെ എന്തുകൊണ്ട്? ഖിറാഅത്തൊക്കെ വടിവത്ത ഖിറാഅത്താണ്. ഉസ്താദ് ഈ കുട്ടിനെ ചൂണ്ടി എന്ത് പറയും? ഓളെ കണ്ട് പഠിക്കേ, ഓളെ മാതൃക ആയിക്കോളീൻ. അപ്പൊ ഞങ്ങൾ ഓളെ മുന്നിൽ പേടിച്ചടക്കും, കാരണം ഓൾ വലിയ മതിയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അവസാനം ഞാൻ കോളേജിൽ പിന്നെ മഹാരാജാസ് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ നിരീശ്വരവാദ പാർട്ടിയുടെ ഹെഡ് ബള, തല തട്ടൊന്നുമില്ല, ബ്ലൗസൊക്കെ ഇട്ട് ഈ ഇംഗ്ലീഷ്. എനിക്ക് കണ്ണു വിശ്വസിക്കാൻ കഴിഞ്ഞ ഓളെ ഞാനത് എങ്ങനെ എപ്പടി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമല്ല, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാകേണ്ട ആവശ്യമല്ല. കൽബിൽ ആരെത്തണം, നിന്റെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിന്റെ ഒക്കെ ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ കണ്ടെത്തണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കരഞ്ഞു അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാണ്. ലൈഫിന്റെ പർപ്പസ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം സ്വർഗവുമല്ല നരകവുമല്ല, അള്ളാഹു റസൂലും. അള്ളാഹു തആല അതിന്റെ കൂടെ നമുക്ക് തൗഫീഖ് തരട്ടെ. അതന്നെ, വേറൊന്നുമില്ല. അതിനെ ഉപയുക്തമായ പലതും നമ്മൾ ചെയ്യും. അതിനുപയുക്തമായതെല്ലാം നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, അതിന് പള്ളി ഉണ്ടാക്കും, പള്ളി പൊളിക്കും. മസ്ജിദ് നബവി ഉണ്ടാക്കിയത് തന്നെ മസ്ജിദ് പൊളിച്ചു. മനസ്സിലായില്ല? അള്ളാഹുവിനെ കണ്ടെത്തുന്നതിൽ തന്നെ ഉപകരിക്കുന്ന പള്ളി ഉണ്ടാക്കി, അതിനെതിരായ പള്ളി പൊളിച്ചു. മസ്ജിദ് നബവി ഉണ്ടാക്കിയവരാണ് എന്ത് പൊളിച്ചത്? വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ. മസ്ജിദ് നബവി ഉണ്ടാക്കാൻ കൂടിയവരാണ് പിന്നെ എന്ത് പൊളിച്ചത്? മസ്ജിദുൻ നബവി ഉണ്ടാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ് പിന്നെ എന്ത് പൊളിച്ചത്? മസ്ജിദുൽ ദിറാർ പൊളിച്ചത്. രണ്ടിനും ഖുർആൻ മസ്ജിദ് എന്ന പേരിട്ട്. ഒന്നിന് മസ്ജിദുൽ ദിറാർ, ഒന്ന് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. നാലും ഖുർആൻ രണ്ടിനും എന്താ പറഞ്ഞത്? മസ്ജിദ്. മനസ്സിലായില്ല? ഒന്നിന് മസ്ജിദു തഖ്വ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അസ്തിവാരമിട്ട പള്ളി. മറ്റത് മസ്ജിദുൽ ദിറാർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പള്ളി. അപ്പൊ രണ്ടിനും പേരൻ തന്നെ പള്ളി. ഒന്ന് സ്വഹാബികൾ ഉണ്ടാക്കി, ഒന്ന് സ്വഹാബികൾ തന്നെ പൊളിച്ചു. ഒന്ന് അള്ളാഹുവിനെ കണ്ടെത്താൻ ഉപകരിക്കും, ഒന്ന് അള്ളാഹുവിനെ കണ്ടെത്തുന്നവരെ ശല്യപ്പെടുത്തും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്ത്? അതാണ് കണ്ടെത്തുക. അതന്നെ. വലിയ വലിയ ആളുകളൊക്കെ ഒരജ്ഞവും അതിനപ്പുറത്ത്. എന്തുകൊണ്ട്? അപ്പോഴേ അതിൻ്റെ ആ ദീർപ്പം നിലക്കുള്ളൂ. കൊല്ലങ്ങൾ അജ്ഞനോയാൽ സാധാരണവും. ഒരജ്ഞനവും പിന്നെ അത്രേ ബാധ്യതയുള്ളൂ. നബിയും അങ്ങനെ ചെയ്തത്, റസൂലുള്ളാഹി ചെയ്ത് ഒരജ്ജാണ്. അങ്ങനെയും പിന്നെ കൊല്ലം കൊണ്ടു പോകില്ല. ചിലപ്പോൾ അജ്ജിനോട് സഹായിക്കും, പൈസ ഇല്ലാന്ന് ചിലപ്പോൾ ഒരാൾ അജ്ജിന് പറഞ്ഞേക്കും. അജ്ജിനൂല. എല്ലാ കൊല്ലവും പോയാൽ പിന്നെ അവനെ ഏർപ്പാടായി. പിന്നെ അവൻ്റെ പണി മീനായിലെ ടെൻറ്റിൽ വർത്താൻ പറഞ്ഞു തിരക്കിലിരിക്കും.
ഓൻ മസ്ജിദ് ഖൈഫൊന്നും കാണാൻ നേരം ഉണ്ടാവില്ല. ഓനവിടെ UDF LDF ഈ AP പറഞ്ഞാൽ നേരം കഴിക്കും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മസ്ജിദ് ഖൈഫിൽ ജമാഅത്തിൽ സയ്യിദുനാ ജിബ്രീലിനെ പോലും പ്രതീക്ഷിക്കാം. മസ്ജിദ് ഖൈഫിൽ എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടി ഹജ്ജിന് ബോധ്യമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന പല ബോധവും ഹജ്ജ് ചെയ്യുന്ന സമയത്തില്ല. ഞാൻ അവസാനമായി ഹജ്ജ് ചെയ്യുന്നത് 2004 രണ്ട് ഹജ്ജ് ചെയ്തു. 4-5 20 കൊല്ലമായി. അന്ന് ഈ ബോധമല്ല, ചെറുപ്പല്ലേ. ചിന്തിക്കുക, നമുക്ക് ബോധം തരട്ടെ. ബോധത്തിൽ അവിടെ പോയി നിൽക്കണം. കൊല്ലം പോയാലെന്താ മനസ്സിലായില്ലേ? കൊല്ലം എല്ലാ മാന്മാരും അങ്ങനെ. ചിലപ്പോൾ 10-20 കൊല്ലം ഒരു കൊല്ലം കൂടി പോകും. പലരും ഒറ്റ, ചില 1-2 ആഴ്ച. ആയുസ് എല്ലാ കൊല്ലം പോകാൻ ഇവർക്ക് ആളുണ്ടാവും. സദയങ്ങളൊന്ന് പോന്നാൽ മതി, അറിയും ഒരു എന്തേ അത് സർവ്വസാധാരണമായ പിന്നെ അത് ഒന്ന് ഏർപ്പാടായി. പിന്നെ അവിടെ പോയാൽ ഒരു പ്രത്യേകത ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. പിന്നെ സ്വർവർച്ചിലായിരിക്കും. അതേ സമയത്ത് ഒരു വട്ടം പോകുമ്പോൾ ഒരു മിനിറ്റ് വെറുതെ കളയില്ല. ഇബാദത്തല്ലാത്തൊരു പണി ഉണ്ടാവില്ല. ആരെങ്കിലും വർത്തമാനത്തിന് നന്നാ മിണ്ടാതെ അപ്പുറത്തേക്ക് പോകും. എന്തേ? ഇത് മിനയാണ്, ഇത് മസ്ജിദ് ഖൈഫാണ്, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ്, ഇത് അറഫയാണ്. ബോധം ഉണ്ടാവും. മറ്റൊരു അറഫയിൽ കയറിയ അങ്ങനെ കല്ലേ നമ്മൾ ആ കഴിഞ്ഞ കൊല്ലം വന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ അല്ലേ എന്നറിയാൻ വേണ്ടി അതിന് നോക്കാൻ പോകും. പിന്നെ ഓൻ എന്താ അറിയുന്നറിയാം? എവിടെയൊക്കെയാണ് അൽമറായിന്റെ പാൽ കൊടുക്കുന്നത്, എവിടെയൊക്കെയാണ് അൽസാഫിന്റെ ജ്യൂസ് കൊടുക്കുന്നത്, അതോനെ അറിയും. എവിടെയാണ് രാജാവിന്റെ വക ഒട്ടകം പിന്നെ കണ്ടെയ്നർ കൊടുക്കുന്നത്. ഒട്ടകത്തിന് മന്തി ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നർ ആക്കി കൊടുക്കും. അതിന്റെ സ്ഥലം നോക്കി പണിയായിരിക്കും. ഏത് നേരത്ത്? അറഫയിൽ ഇങ്ങനെ നടക്കും. പിന്നെ വന്നവർ പറയും കഴിഞ്ഞെല്ലാം വരുമ്പോ ആ ഭാഗത്ത് ഭയങ്കര രാജാവിന്. ഇപ്പൊ ഒന്നുമില്ല, രാജാവിനെ തോന്നി തോന്നുന്നു. ഇത് നോക്കണ പണിയാണോ? മറ്റൊന്നും അറിയില്ല. കുറച്ചു നേരം ദ്വാർക്കും. പിന്നെ വൈകുന്നേരമായ കടലിൽ കുറച്ച് നടക്കും. അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? ഞാൻ കണ്ട വലിയൊരു ശതമാനം പറയുന്ന നേരം അറഫയിലെ ഏറ്റവും പ്രധാന സമയം അസ്തമിക്കുന്നതിന് മുമ്പാണ്. അതൊരു മുതല. അതിന് കുറച്ച് വന്ന ഉടനെ തന്നെ കുറച്ച് നിസ്കരിച്ച് കുറച്ച് ദ്വാരം ഖുർആൻ ഓതിയാണ്. പിന്നെ കുറച്ച് കടന്നുറങ്ങി കുറച്ച് തിണ്ടി അടക്കും. പ്രധാനപ്പെട്ട സമയം ഏതാ? അസ്തമിക്കാൻ തൊട്ട് മുമ്പ്. മഗ്‌രിബ് പിന്നെ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്യരുത്, നേരെ മുസ്ദലിഫിലേക്ക് പോകണം. മനസ്സിലാണ്ട് പറഞ്ഞു. ഒക്കെ വിടും. ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഉണ്ടാവും. സാറേ ഞാൻ അടുത്തെന്താണ്, എങ്ങനെ ചെയ്യേണ്ടത്, മറ്റ് ഒക്കെ ഇതിനേക്കാൾ നല്ലതുണ്ടോ, ഞാൻ അങ്ങനെ മനസ്സിലാക്കി എല്ലാം ചോദിക്കാൻ അന്വേഷിക്കാൻ ചെയ്യാനും ആഗ്രഹമുണ്ടോ? ആരെങ്കിലും ഭിക്ഷക്കാരൻ വന്നാൽ വല്ലതും കൊടുക്കും. പിറ്റത്തെ 4 കൊല്ലമായ പിന്നെ ഇവർക്ക് തന്നെ ഒരുപാട് അറിയും. അവിടെ ഇട്ടും സാധുക്കള മനുഷ്യന്മാരെ നിന്നിക്കും. മനസ്സിലാണ്ട് തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതന്നെ നമുക്കെന്താ വേണ്ടത്? നമ്മളെ കൽബ് നന്നാവണം. പല മഹാന്മാരും അതൊറ്റേയുള്ളൂ. കാരണം എന്നിട്ട് അതങ്ങനെ കൽബിൽ നിലനിർത്തും. കാബാലയം എല്ലാ കൊല്ലം കണ്ടാൽ എല്ലാ മാസവും മറക്കണമണി. എനിക്ക് കാബാലയം കണ്ടപ്പോഴത്തേന് മരിച്ചു പോയ മനുഷ്യന്മാരുണ്ട്. അള്ളാഹിന്റെ വീട് പറഞ്ഞ ബോധം കിട്ടു പോകണം, മരിച്ചു. അങ്ങനത്തെ ആളുകൾ താരിയാക്കുന്നത് എന്ത് എവിടുന്നോ വരികയാണ്. അള്ളാഹിന്റെ വീടിനെ കണ്ട കാഴ്ചയിൽ ബോധം കിട്ടു വീണു. ആ ഉംറ പൂർത്തിയാക്കിയില്ല, മരിച്ചു. അപ്പൊ തന്നെ അങ്ങനത്തെ ആളുകൾ താരിയൊക്കെ കണ്ടിട്ടുണ്ട്. ഒറ്റ വട്ടം കണ്ടപ്പോഴത്തേനും വീണ് മരിച്ചു. അവരെ മനസ്സിന് അവരാക്കിക്കൊണ്ട് അത്രയും വലിയ അല്ലാ ഞാൻ ഇവിടെ എത്തിയാലോ, അത് ഹൃദയം പൊട്ടിപ്പോയി. അത് അത്രയും വലിയ ചില സന്തോഷങ്ങളും ചില ദുഃഖങ്ങളും മനസ്സിന് താങ്ങാൻ ഒരിക്കലും കഴിയില്ല. അവിടെ വീണ് മരിച്ചു. അങ്ങനത്തെ ആളുകളുണ്ട്. ആ മനുഷ്യൻ എന്തിനാ ഉംറ പൂർത്തിയാക്കണം? ഉടലോടെ അള്ളാഹിന്റെ ഹളറത്തിലെത്തിയേ. അവൻ ആരെയാണ് മാറ്റപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ വീടിനെ ഒറ്റ വട്ടം കണ്ടിട്ടുള്ളൂ. സ്ഥിരം നമുക്കത് ഏർപ്പാടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിവാ? നിങ്ങൾ നേരെ ഏറാൻ കെട്ടിയിട്ട് നേരെ ജിദ്ദയിൽ വന്നിട്ട് നേരെ മക്കത്തെ റൂമിൽ പോയി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങും. അല്ല ഉംറ പൂർത്തിയാക്കണ്ടേ? ഞാൻ ഇപ്പൊ കഴിഞ്ഞ 15-ാം തീയതി ഇവിടുന്ന് പോയത് അറിയും. ഉംറ പൂർത്തി നിങ്ങൾ ഉംറ ചെയ്തില്ല ഒന്നുമല്ല ലക്ഷണേരം കടക്കട്ടെ. അപ്പം കഴിഞ്ഞ 15-ാം തീയതി ഇവിടുന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു ഓക്കോ ഒന്ന് പോകാൻ. അപ്പം നമ്മൾ പിന്നെ ഒന്ന് അടിച്ചു വന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ഇനിയും വരും. അപ്പം ഇനി ഉംറ പൂർത്തിയാക്കാതെ കടന്നുറങ്ങിയാലും കുഴപ്പമൊന്നും ഇല്ല. നമ്മത് സർവ്വസാധാരണ. ആസിലൊരു ഉംറക്കുകയാണെങ്കിലോ
ഒരു സാധുവായ പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു ഭർത്താവ് മരിച്ചൊരു സാധുവായ ഒരു സ്ത്രീ നമ്മുടെ ഗ്രൂപ്പിൽ പോയി. ഈ അടുത്ത കാലത്തിൻ്റെ ഒരു സംഭവം. അങ്ങനെ റൗദയിലേക്ക് കിട്ടി. റൗദയിലേക്ക് കയറിയപ്പോൾ കണ്ണിങ്ങനെ കുത്തുന്ന വിളിച്ച് റൗദയിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിക്കുക ഈ പെണ്ണിൻ്റെ മുഖത്തേക്ക്. കണ്ണെടുക്കാൻ കഴിയില്ല, ആജാതി വിളിച്ചു. തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ ആരും ലൈറ്റ് കണ്ടിട്ടില്ല. ഈ പെണ്ണെ കണ്ടിട്ടുള്ളൂ. അത് ഈ പെണ്ണിൻ്റെ അനുഭവം. അത് എവിടുന്ന്, അതാരാ അതിന് കാരണക്കാരൻ? അല്ലാഹുവും റസൂലും ഈ പെണ്ണിനെ അംഗീകരിച്ചതാണ്. കൂട്ടത്തിൽ വേറെ ആളുണ്ട്, അങ്ങനത്തെ ലൈറ്റ് ആരും കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ആഗ്രഹമാണ്, ആ പെണ്ണിന് ഇഷ്ടമാണ് അല്ലാണ്ട്. അപ്പൊ അതിന്റെ കൽബ് എവിടെയാ? ഇനി ഒരു ഉംറ എനിക്ക് ഉണ്ടാവില്ല, കാരണം ഇതന്നെ ആരൊക്കെയോ തൊപ്പിച്ചാണതാണ്. നിന്റെ ജീവിതത്തിൽ ഉംറൊന്നും ഉണ്ടാവില്ല. ആ ഇരിക്കണ കുറഞ്ഞ നേരാണ് റൗളയിൽ കിട്ടുന്നത്. അപ്പൊ കൽബ് അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോ നിന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു അടയാളം അതിന് ഇൻഡിവിജ്വലായി എവിടുന്ന് കിട്ടി? ആ റൗളയിൽ കിട്ടി. ആ വെളിച്ചം ഒരാൾ കാണും, ഒരാൾ കാണൂല. മനസ്സിലാവേണ്ട പറഞ്ഞ ഒരാൾ കാണും, ഒരാൾ കാണൂല. അപ്പൊ അത് അവരെ ആത്മാർത്ഥതയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടെത്തലാണ്. അതിനേക്കാൾ വലിയ നന്മല്ല. അതാണ് ഏറ്റവും നന്മ. ഇല്ലെങ്കിൽ പരാജയ. നമ്മൾ നിസ്കരിച്ച് നടന്നാൽ നിസ്കരിക്കുക, നല്ല കാര്യമാണ്. മന്ദം കുലിട്ട് കലക്കാതെ വെണ്ണ കിട്ടൂല. പക്ഷെ വെണ്ണ എടുക്കാതെ പോകരുത്. നമ്മൾ കുലുക്കി. വലിയമാനോട് ചോദിച്ചു, വലിയമേ എത്ര നേരം കൊണ്ട് വെണ്ണ വരും? അതിന് അരമണിക്കൂർ ഇങ്ങനെ ആട്ടിയാ വരുന്ന. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മൾ പോയി വെണ്ണ വന്നോ ഇല്ല നിജ് നോക്കിയില്ല. ഇന്ന് 20 റക്അത്ത് നിസ്കരിച്ചു, നാളെ 20, 10 ദിവസം കഴിഞ്ഞപ്പോൾ 600. ഇപ്പം നമ്മൾ എത്ര കഴിഞ്ഞു? 220 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ അടക്കം. തറാവി മാത്രം മറ്റു നോക്കണ്ട. മന്ദംകൊല്ലിട്ട് കടയാ. വെണ്ണ ആരും തിരടിച്ചിട്ടില്ല. പെണ്ണെടുക്കുന്നവരുണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്താണ് വെണ്ണ? അള്ളാഹുവിനെ കണ്ടെത്തലാണ്. അള്ളാഹുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല, ദോഷിയാകില്ല, ഒന്നും കഴിയില്ല. പിന്നെ ആ ദോഷം ഓർക്കുന്നത് പോലും അഗ്നിയിൽ ചാടാൻ, അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം രണ്ടാമത് അഗ്നിയിൽ ചാടാൻ അവനെ നിർബന്ധിക്കുന്നത് പോലെ തോന്നും. ചില വയസ്സന്മാർ സിനിമ നിർത്തും. പക്ഷെ പഴയ കാലത്ത് ആ സത്യൻ്റെ ചാട്ടവും മോത്തല്ലേ എന്നറിയും. ഇപ്പൊ 10-60 വയസ്സായി. ഇപ്പൊ സിനിമക്കൊന്നും പോകില്ല. മറ്റൊരു ചെക്കന്മാർ സിനിമയും കണ്ടുവരികയാണെങ്കിൽ നിങ്ങളോട് വരെ സിനിമയും കണ്ടുവരികയാണ്. ആ മോഹൻലാലിന്റെ സിനിമ, എന്ത് മോഹൻലാൽ, അതൊക്കെ മുതല് നമ്മളെ സത്യന്റെ സിനിമയാണ്. നസീറിന്റെ സത്യന്റെ ഓരൊക്കെ അല്ലേടാ മുതല്. അതിനൊക്കെ ആ സത്യന്റെ ഒക്കെ പിന്നെ അതൊക്കെ അല്ലേടാ മുതല്. ഇത് പറഞ്ഞു ഒത്തിരിക്ക തൂബ ചെയ്ത് കഴിഞ്ഞിട്ട് മുപ്പരിപ്പോ തൂബ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? സിനിമക്ക് ഞാൻ പോകില്ല. വെണ്ണപ്പളം കിട്ടിയില്ല. വെണ്ണ കിട്ടിക്കണമെങ്കിൽ മൂപ്പര് പിന്നെ സത്യന്റെ സിനിമ കണ്ടു ഓർക്കാൻ പോലും കഴിയില്ല. ഈ രണ്ടാമത് തീന്ന് രക്ഷപ്പെട്ട ഒരാളെ ഇനി ഒരാളെ തീയിലേക്ക് വലിക്കുമ്പോൾ തോന്നും ആ തെറ്റൊന്ന് ഓർക്കാൻ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോഴും ആ തെറ്റ് പറഞ്ഞ് രസിക്കുക. അക്കാലത്തെ നടീനടന്മാരെ ചൊറുക്കും അവരെ ഭംഗിയും പറഞ്ഞ് രസിക്കുക. തന്ത 75 വയസ്സായി. അപ്പൊ പണി എന്തേ? മന്ദകോല്. മുപ്പര് പള്ളീന്റെ പ്രസിഡന്റാണ്. മന്ദകോലിട്ട് തിരിക്കുന്നുണ്ട്. എന്തില്ല? വെണ്ണ കിട്ടൽ റബ്ബിനെ കണ്ടെത്തലാണ്. നരകമല്ല, സ്വർഗമല്ല. നമുക്ക് റബ്ബിനെ കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിനെ കണ്ടെത്തുന്ന വഴി പോകണം, ഓർക്കണം. ചില സമയത്ത് ചില സന്ദർഭങ്ങളെ ഓർത്താൽ റബ്ബിനെ കണ്ടെത്തും. ചിലപ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു ജലീയായ അനുഗ്രഹങ്ങൾ എത്രയാണ്, അതൊന്ന് ഓർത്ത പോരെ. ജലീയായ അനുഗ്രഹങ്ങൾ എത്രയാണ്. ഇന്നലെ ഞാനും ഈ വരിക, പാലക്കാട് നിന്ന് വരിക. അപ്പോൾ ജാബിർ എന്നോട് പറഞ്ഞു, ഒരു തണ്ണിമത്തത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ ഞാൻ രാത്രി ഏകദേശം ആ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിച്ചു. അതായത് ഒരു തണ്ണിമത്തന്നെ ഒരു റൂമെന്ന് പൊട്ടിപ്പോയി. എന്നിട്ട് ആ വീട്ടുകാരത് അടിച്ചു വരാൻ നേരം വൈകി. ഇതിന് നോക്കുമ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ മുറി ആകെ വെള്ളം നിറഞ്ഞിരുന്നു. ആ അനുഗ്രഹം എത്രയാണ്.
മരുഭൂമി പോലത്തെ തീ വെയില. അതിൽ അല്ലാഹു തആല ആ സാധനത്തിൽ ഒതുക്കി വെച്ച വെള്ളം എത്ര ആലോചിച്ചോക്ക. സത്യല്ലേ? എവിടുന്ന അത് വരുന്നത്? അതിൻ്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം? എന്തിനുള്ളിൽ? ആ തള്ളിവളത്തിനുള്ളിൽ. സത്യല്ലേ? അതാണ് കഴിച്ചാൽ ആന്തീരല്ലേ? ഇത് തീ പോലത്തെ തീയെന്നല്ലേ അള്ളാഹ് സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. അതിലെ വെള്ളം കാരണം അമിതമായി വെയിൽ കെട്ടിയാൽ പൊട്ടത്. കാരണം പിന്നെ ആ വെള്ളത്തിന് അവിടെ നിൽക്കാൻ കഴിയില്ല, വെള്ളം പൊട്ടിയത് പോകും. ആ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിക്കുക. നമ്മൾ വൈകുന്നേരം നോമ്പിന് കഴിക്കുന്ന ഈ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിക്കുക. അതിനെ മാത്രം ആലോചിക്കുക. അനുഗ്രഹത്തിന്റെ അനുഗ്രഹം എത്രയാണ് അതിന് അനുഗ്രഹം? എന്തൊക്കെയാണ് മനസ്സിലാവേണ്ടത്? എത്രയാണ് അനുഗ്രഹം? അല്ലാഹുവിന്റെ അനുഗ്രഹം എത്രയാണ്? ഒരു തുള്ളി വെള്ളം വേനലിൽ പരുന്നില്ല. അതേ സമയത്ത് നിന്റെ തെങ്ങ് കഴിക്കും. ആ തെങ്ങിൽ നിറച്ചെന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. തേങ്ങയിൽ കരിക്ക്, ഇളനീര് ആണ് പൊട്ടിച്ചാ എത്രയാ വെള്ളം. പരിസരത്ത് എവിടെയും കിണറില്ല, വെള്ളമില്ല. ഇതെവിടെ ഉണ്ടായി? മനസ്സിലാണ്ട് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹുക്ക് കഴിയാത്തൊന്നും. അങ്ങനത്തെ റബ്ബാണ് നമ്മൾ റബ്ബ്. പിന്നെ അത് പേടിക്കണം. പിന്നെ എന്താണ് പേടിക്കണം? ഒരാൾ നരകത്തിലേക്ക് തെറ്റ് ചെയ്തു. പക്ഷെ അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമില്ല. അങ്ങനെ അയാൾ അള്ളാഹിനെ കോടതിയിലെത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, പിന്നെ ഞാൻ നിനക്ക് എന്താ വിധിക്കേണ്ടത്? ആരോട്? ഈ മനുഷ്യൻ, ഞാൻ തെറ്റുകാരനായി മനുഷ്യൻ അള്ളാഹിന്റെ കോടതിയിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾ വിളിച്ചു, എന്താണ് ഞാൻ നിനക്ക് വിധിക്കേണ്ടത് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, റബ്ബേ എന്ത് വിച്ചാലും വേണ്ടില്ല, ഇതിന്റെ റബ്ബാണ്, ഞാൻ നിന്റെ എതിരെ ചെയ്തതാണ്, എന്ത് വിധിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഇതിന്റെ റബ്ബല്ലേ, ഇന്ന് വരെ ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് എന്ത് വിധിച്ചാൽ ഞാൻ തൃപ്തിപ്പെടും, കാരണം ഞാൻ അർഹനുമാണ്, എന്റെ റബ്ബിനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോ റബ്ബ് പറഞ്ഞു, എന്നാ ഞാൻ നിനക്ക് കളയത്തിലൊക്കെ പിന്നാർ ഞാൻ നിനക്ക് നരകം വിധിച്ചു. അപ്പോൾ ഇയാൾക്ക് നരകമാണ് വിധിച്ചത് എന്ന് റബ്ബിൽ നിന്ന് കേൾക്കുന്നത് പാതി ഒറ്റ പാച്ചി എങ്ങോട്ട്? നരകത്തിന് വന്ന് അതിലേക്കും ചാടും. ആ ഭാഗത്ത് നരകം കിട്ടുമോ? എന്തുകൊണ്ട്? ഇയാൾക്ക് ആരിഷ്ടമാണ്? അള്ളാഹ് ഇഷ്ടം. ആ ബോധം നമുക്ക് തരട്ടെ. എന്താണ് വാക്ക് മുസ്തഫ നബി പറഞ്ഞത്? എന്ത് വിധിക്കും ഇഷ്ടം, എന്ത് ഇഷ്ടം. അപ്പൊ റബ്ബ് പറയും, ഞാൻ നരക വിധിക്കണം. ആയിക്കോട്ടെ റബ്ബ്, റബ്ബല്ലേ, എന്ത് എന്നിട്ട് അയാളെ ഇങ്ങോട്ട് പായും, നരകത്തിന് പാഞ്ഞിട്ട് ഒറ്റച്ചാട്ട നരകത്തിലേക്ക്. നരകം കിട്ടും, ആ സെക്കൻഡ് നരകം കിട്ടും. എന്തുകൊണ്ട്? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരാളെ കരിക്കാൻ നരകത്തിന് അവകാശമില്ല. അവിടെയാണ് കണ്ടെത്തേണ്ടത്. അതാണ് പർപ്പസ് ഓഫ് യുവർ ലൈഫ്.